ഹലോ ഓൾ, വെൽക്കം ടു ഓഗി നോട്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഗ്രാമറും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പാർട്ടായിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നൗൺസും പ്രോനൗൺസും വേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയ ഷോർട്ടായിട്ടായിരിക്കും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഏറ്റവും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് നമുക്ക് എന്താണ് പ്രോനൗൺസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കി വേർബ്സ്, ആഡ്വേർബ്സ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും ഇടുന്നുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു നൗൺസും പ്രോനൗൺസിലേക്കും കടക്കാം. അപ്പോൾ എന്താണ് നൗൺസ്? അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഒബ്ജക്റ്റിനും, നമ്മളെല്ലാ കാര്യത്തിനും ഒരു പേര് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മലയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വീടാണെങ്കിലോ ഒരു മനുഷ്യനാണെങ്കിലോ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ തന്നെ ആ കുട്ടിക്ക് പേര് കൊടുക്കൂലേ. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ ഒരു പേര് വിളിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഐഡൻറ്റിറ്റി അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു പേര് കൊടുത്താൽ മാത്രമേ അതിന് ഒരു പർട്ടിക്കുലർ ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പേര് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു നെയിമാണ് എന്താ പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. എ നൗൺ ഈസ് സിംപ്ലി ദ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. അതെന്ത് വേണമെങ്കിലും നമ്മളിപ്പം പറയുന്ന ഒരു ഐഡിയ, ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ്, നമ്മളൊരു ഹാപ്പിനെസ്, ഒരു ഫീലിംഗ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഹാപ്പിനെസ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു പേരാണ്. അപ്പോൾ ആ പേരിനൊക്കെ നമുക്ക് നൗൺസ് എന്ന് പറയാം. അപ്പോൾ അതെന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ പേഴ്സൺ ആണെങ്കിൽ ടീച്ചർ, ബോയ്, ഡോക്ടർ. ഇപ്പോൾ പ്ലേസ് ആണെങ്കിൽ സ്കൂൾ, പാർക്ക്, ഇന്ത്യ. ഇപ്പോൾ തിങ് ആണെങ്കിൽ ബുക്ക്, ചെയർ, കമ്പ്യൂട്ടർ. ഐഡിയ ആണെങ്കിലോ ഇപ്പോൾ നമുക്ക് ലവ്, ഫ്രീഡം, ഹാപ്പിനെസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ നൗൺസിൽ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് കോമൺ നൗൺസും ഉണ്ട്, പ്രോപ്പർ നൗൺസും ഉണ്ട്. ഇപ്പോൾ കോമൺ നൗൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിറ്റി, ഗേൾ, ഡോഗ്, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഒരു കോമൺ നൗൺസ് ആണ്. കുറേ പേരെ വേണമെങ്കിൽ വിളിക്കുക. ഇപ്പോൾ സിറ്റി എന്ന് പറയുമ്പോൾ കുറേ സിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് കോമൺ ആയിട്ട് കാണുന്ന പേരുകളാണ്. ഇപ്പോൾ ഡോഗ് എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഡോഗിൻ്റെ പേരോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോഗല്ല. ഇപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലത്തിനെ വിളിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ, ലണ്ടൻ, അല്ലെങ്കിൽ നമ്മളൊരു ആളെ പേര് സാറ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൻ്റെ പേര് മലയാളം. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺസ് അല്ലെങ്കിൽ പേരുകൾ. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ലെറ്റർ എപ്പോഴും ക്യാപിറ്റലായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒരാളെ പേര് എഴുതാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ പേര് എപ്പോഴും ക്യാപിറ്റലാക്കിയിട്ട് മാത്രമേ ഒരു സെൻറ്റൻസിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലോ ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എപ്പോഴും നമ്മൾ ക്യാപിറ്റലാക്കിയിട്ടാണ് എഴുതുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർ നൗൺസ് സെൻറ്റൻസിൻ്റെ മിഡിലായിട്ട് വരുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മിഡിലായിട്ടോ അല്ലെങ്കിൽ എവിടെ വരുന്നതാണെങ്കിലും ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ബിഗിൻ ചെയ്യണം. ഇനി എന്താണ് പ്രോനൗൺസ് എന്ന് നോക്കാം. പ്രോനൗൺസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സാറ ഈസ് മൈ ഫ്രണ്ട്, സാറ ലൈക്സ് ടു റീഡ്, സാറ ഈസ് വെരി സ്മാർട്ട്. ഇവിടെ നമ്മൾ സാറ എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ പറയുമ്പോൾ നമുക്കത് ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോറിംഗ് മാറ്റാൻ അല്ലെങ്കിൽ ഈ ഒരു ഒരേപോലെ നമുക്ക് പറയുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ സാറ ഈസ് മൈ ഫ്രണ്ട്, ഷീ ലൈക്സ് ടു റീഡ്, ഷീ ഈസ് വെരി സ്മാർട്ട്. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഷീ എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തു. അപ്പോൾ പ്രോനൗൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു നൗണിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേർഡാണ് ഈ പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ദേ, യു, വി, ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാറ ഈസ് മൈ ഫ്രണ്ട്, ഷീ ലൈക്സ് ടു റീഡ്, ഷീ ഈസ് വെരി സ്മാർട്ട്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ, ഇ, യു, ഹി, ഷീ, ദേ,
പേഴ്സണലി നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പൊസസീവ് പ്രൊനൗൺസ്, ഇപ്പോൾ നമ്മളുടേതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി മൈൻ, യുവേഴ്സ്, ദേയേഴ്സ്. അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്, എന്തെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ഇതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് വരുന്നത്. ഇപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഈ ഒരു പ്രൊനൗൺസ്. ഇപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദ ടീച്ചർ ഗേവ് മീ എ ബുക്ക് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇവിടെ ടീച്ചർ ഗേവ് മീ എ ബുക്ക്, ഇവിടെ മീ എന്ന് പറയുന്ന ഒരു പ്രോനൗണാണ്. അതേപോലെ തന്നെ ഐ എന്ന് പറയുന്നതും ഒരു പ്രോനൗണാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നൗണും പ്രോനൗണും. നൗൺ എന്ന് പറയുന്നത് പേരുകളാണ്, അതിപ്പോൾ എന്തിൻ്റെ പേര് വേണമെങ്കിലും ആവാം. അതേപോലെ തന്നെ കോമൺ നൗൺ ആണെങ്കിൽ ക്യാപിറ്റൽ ആക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർ നൗൺ ആണെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ആക്കണം. പ്രോപ്പർ നൗൺ എന്ന് ഒരു മനുഷ്യൻ്റെ പേരോ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അല്ല, ഒരു എന്താ പറയുക, ഒരാളുടെ പേര്, ഒരു പ്ലേസിൻ്റെ പേര്, ഒരു ലാംഗ്വേജിൻ്റെ പേര്, ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയേണ്ടത്, നമ്മളിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രോനൗൺസ് എന്താണ്? പ്രോനൗൺസ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹി, ഷീ അല്ലെങ്കിൽ ഇറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സാറ എന്നുള്ളതിന് നമ്മൾ നെക്സ്റ്റ് അതേ സാറ എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഹിറ്റ് എന്നുള്ള രീതിക്കൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്.